ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന് ശക്തി തരുന്ന, ബലം തരുന്ന, നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം തരുന്ന നമ്മുടെ ഏറ്റവും വലിയ പ്രാർത്ഥനകളിലൊന്നായ ജപമാല ഭക്തിയെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും നമുക്ക് കേൾക്കാം. മരിയ ഭക്തിയുടെ മുഖ്യ പ്രണേതാവ് യേശു തന്നെയാണ്. മാതാവിൻ്റെ അഭ്യർത്ഥന സ്വീകരിച്ചുകൊണ്ട് കാനായിലെ വിവാഹ വിരുന്നിൽ തൻ്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചത് ഇതിന് ഉദാഹരണമാണ്. കൊന്തേരെ എന്ന പോർച്ചുഗീസ് എണ്ണുക എന്നാണ് അർത്ഥം. ഇതിൽ നിന്നാണ് കൊന്ത എന്ന വാക്ക് വന്നത്. ആദ്യ നൂറ്റാണ്ടുകളിൽ സന്യാസികളുടെ ഇടയിൽ 150 സങ്കീർത്തനങ്ങൾ ചൊല്ലുന്ന പതിവുണ്ടായിരുന്നു. അൽമായർ അതിന് പകരം 150 സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുവാൻ തുടങ്ങി. ക്രമേണ ഓരോ സ്വർഗസ്ഥനായ പിതാവിൻ്റെയും അവസാനം രക്ഷാകര ചരിത്രത്തെ അനുസ്മരിപ്പിക്കുന്ന ബൈബിൾ വാക്യങ്ങൾ ചൊല്ലുവാൻ തുടങ്ങി. ഇങ്ങനെ 150 അനുസ്മരണ വാക്യങ്ങളും ചേർന്ന് 150 സങ്കീർത്തനങ്ങൾക്ക് സമാനമായി ചെറിയൊരു പ്രാർത്ഥന മഞ്ജരി രൂപമെടുത്തു. 13-ാം ശതകത്തിൽ ഒരു ഡൊമിനിക്കൻ സന്യാസ വൈദികൻ ആ 150 അനുസ്മരണ വാക്യങ്ങളെ സംഗ്രഹിച്ച് 15 രഹസ്യങ്ങളാക്കി. പിന്നീട് 15-നെ 5 വീതം 3 ഗണിതങ്ങളാക്കി സന്തോഷം, ദുഃഖം, മഹിമ രഹസ്യങ്ങൾ ആക്കി പേരിട്ട് ഓരോ രഹസ്യവും കഴിഞ്ഞ് ഒരു സ്വർഗസ്ഥനായ പിതാവ്, 10 നന്മ നിറഞ്ഞ മറിയം, ഒരു ത്രിത്വസ്തുതി എന്നിങ്ങനെ ക്രമപ്പെടുത്തി. പിന്നീട് വിശ്വാസ പ്രമാണങ്ങളും മറ്റ് ആമുഖ പ്രാർത്ഥനകളും കൂട്ടിച്ചേർക്കപ്പെട്ടു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രകാശത്തിൻ്റെ രഹസ്യങ്ങളും കൂടി ജപമാലയോട് കൂട്ടിച്ചേർത്തു. പ്രിയപ്പെട്ടവരെ, കൊന്ത നമസ്കാരത്തിലെ ഓരോ ഭാഗവും ബൈബിൾ അധിഷ്ഠിതമാണ്. രഹസ്യങ്ങൾ ഓരോന്നും ബൈബിളിൽ നിന്നും എടുത്തിരിക്കുന്നതാണ്. സ്വർഗസ്ഥനായ പിതാവേ എന്നത് യേശു തന്നെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ എന്നത് പിതാവായ ദൈവം ഗബ്രിയേൽ ദൈവദൂതൻ വഴി മാതാവിന് നൽകിയ മംഗളവാർത്തയാണ്. സ്ത്രീകളിൽ നീ അനുഗ്രഹീതയാകുന്നു, നിൻ്റെ ഉദരഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു എന്നതും തമ്പുരാൻ്റെ അമ്മ എന്നതും പരിശുദ്ധ മറിയം ഇളയമ്മയെ സന്ദർശിച്ചപ്പോൾ പരിശുദ്ധാത്മാവിന് പ്രേരിതരായി എലിസബത്ത് പ്രഘോഷിച്ചതാണ്. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എന്ന ഭാഗം തിരുസഭ കൂട്ടിച്ചേർത്തതാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന പ്രാർത്ഥന ത്രിയേക ദൈവത്തിനുള്ള ആരാധനയാണ്. സ്നേഹമുള്ളവരെ, ജപമാല രക്ഷാകര ചരിത്രത്തിൻ്റെ പ്രകാശനമാണ്. ജപമാല നാം ധ്യാനിച്ച് ചൊല്ലുമ്പോൾ യേശുവിൻ്റെ ജനനം മുതൽ അവിടുത്തെ സ്വർഗാരോഹണം വരെയും മാതാവിൻ്റെ സ്വർഗാരോപണം വരെയുള്ള സംഭവങ്ങൾ നാം അനുസ്മരിക്കുന്നു. ജപമാല ശക്തിയേറിയ ഒരായുധമാണ്. രക്ഷയുടെ മാനസാന്തരം ജപമാല ഭക്തിയുടെ നേട്ടമാണ്. 1917 ഫാത്തിമയിൽ മാതാവ് 3 കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ രക്ഷയുടെ മാനസാന്തരത്തിനു വേണ്ടി ജപമാല ചൊല്ലുവാൻ ആവശ്യപ്പെടുകയും അതിൻ്റെ ഫലമായി രക്ഷ പിന്നീട് മാനസാന്തരപ്പെടുകയും ചെയ്തു. വിശുദ്ധ ഡൊമിനിക്കിൻ്റെ കാലഘട്ടത്തിൽ അൽബിജൻഷ്യൻ എന്ന പാഷാണ്ഡത ശക്തിപ്പെടുകയും അതിനെ നീക്കം ചെയ്യാൻ അദ്ദേഹം പല പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. 1208 പ്രവിൽ എന്ന സ്ഥലത്തുണ്ടായിരുന്ന ദൈവമാതൃ ദേവാലയത്തിൽ മുട്ടുകുത്തി തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ടു. ജപമാല നൽകിക്കൊണ്ട് അത് പ്രസംഗിക്കാൻ ആവശ്യപ്പെട്ടു. അന്നു മുതലാണ് ജപമാല ഭക്തി പ്രചരിക്കാൻ തുടങ്ങിയത്. 13-ാം ലയോ മാർപ്പാപ്പ പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി എന്ന അഭിസംബോധന ലുത്തീനിയയിൽ ചേർക്കുകയും ചെയ്തു. നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ ജപമാലയ്ക്ക് പ്രത്യേക സ്ഥാനം കൊടുക്കുന്നുണ്ട്. അതിലെ ഓരോ പ്രാർത്ഥനയും ദൈവവചനമായതിനാൽ വചനത്തിൻ്റെ ആവർത്തനം വഴി ദൈവമാതാവിൻ്റെ അഭിഷേകം ലഭിക്കുകയും കുടുംബാന്തരീക്ഷം വിശുദ്ധമാവുകയും ചെയ്യുന്നു. എല്ലാ വിശുദ്ധരും മാർപ്പാപ്പമാരും ജപമാലയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകുന്നുണ്ട്.
12-ാം പിയൂസ് മാർപ്പാപ്പ പറയുന്നു, ദൈവത്തിൽ നിന്നും കുടുംബങ്ങളിലേക്ക് പ്രസാദവരത്തിൻ്റെ മഴ പെയ്യുവാൻ ജപമാല പോലെ മറ്റൊരു മാർഗവുമില്ല. ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ പറയുന്നു, ജപമാലയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്തി. അദ്ദേഹം ജപമാലയിൽ പ്രകാശത്തിൻ്റെ രഹസ്യങ്ങളും കൂടെ കൂട്ടിച്ചേർത്തു. ജപമാല ശക്തമായ മധ്യസ്ഥ പ്രാർത്ഥന ആയതിനാൽ പലരും സമ്പൂർണ്ണ ജപമാല 20 ദിവ്യരഹസ്യങ്ങൾ ചൊല്ലാറുണ്ട്. ഓരോ രഹസ്യത്തിനും പ്രത്യേക നിയോഗങ്ങൾ വയ്ക്കാറുണ്ട്. ഭക്തിപൂർവ്വം ജപമാല ചൊല്ലുന്നവർക്ക് എൻ്റെ പ്രത്യേക സംരക്ഷണവും പ്രസാദവരങ്ങളും നൽകുന്നതാണെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. വിശുദ്ധ ഡൊമിനിക്കിനും വന്യനായ അലാൻസിനും പരിശുദ്ധ കന്യകാമറിയം നൽകിയ വാഗ്ദാനങ്ങളാണ്. ഭക്തിപൂർവ്വം ജപമാല ചൊല്ലുന്നവർ പ്രത്യേക തരത്തിലുള്ള വരങ്ങൾക്ക് അർഹരാകും. നരകത്തിനെതിരായുള്ള ഒരു ശക്തിയേറിയ പരിചയമായിരിക്കും ജപമാല. അത് തിന്മകളെ ഉന്മൂലനം ചെയ്യുകയും പാപത്തിൽ നിന്ന് രക്ഷിക്കുകയും ചിത്രങ്ങൾ ഉന്മൂലനം ചെയ്യുകയും ചെയ്യും. ജപമാലയിലൂടെ എന്നിൽ പ്രതിഷ്ഠിക്കപ്പെടുന്നവർ ഒരിക്കലും നശിച്ചു പോവുകയില്ല. ജപമാല ചൊല്ലുന്നവർ ജീവിതകാലത്തും മരണനേരത്തും ദൈവത്തിൻ്റെ പ്രകാശവും പ്രസാദവരത്തിൻ്റെ പൂർണ്ണതയും കാണും. പരിശുദ്ധന്മാർ യോഗ്യതയിൽ പങ്കാളികളാവുകയും ചെയ്യും. ജപമാല ഭക്തി നിത്യരക്ഷയുടെ അച്ചാരമായിരിക്കും. ഇങ്ങനെ നിരവധിയായ അനുഗ്രഹങ്ങൾ നമ്മെ കാത്തിരിക്കുന്നു. നമുക്കും ഓരോ നിമിഷവും ജപമാല ചൊല്ലുമ്പോൾ ഭക്തിയോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം.